ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ഭൂജാതനായി. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. പിശാചിന്റെ പ്രവൃത്തികൾ, പിശാചിന്റെ ബന്ധനങ്ങൾ. മനുഷ്യൻ സാത്താൻ്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഒരു ജയിലറിൽ കിടന്നാൽ എന്തുമാത്രം ദുരിതമായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ജയിലിൽ കിടക്കുന്നു, വീട്ടിലുള്ളവർക്ക് സമാധാനമുണ്ടോ? അല്ല, ജയിലിൽ കിടക്കുന്ന സമാധാനമുണ്ടോ? ആകെ എന്തൊരു അസ്വസ്ഥമായ അന്തരീക്ഷമായിരിക്കും. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റുമോ? മനസ്സിന് ശാന്തത പോയി, സമാധാനം പോയി, ഉല്ലാസം പോയി. ബന്ധനത്തിലായിരിക്കുന്നു എന്നതുപോലെ അനേകരിന്ന് അറിയുന്നില്ല സാത്താൻ്റെ ബന്ധനത്തിലാണ്. കുടുംബങ്ങളിൽ കേടുകളും കെടുതികളും വരുമ്പോൾ അവരറിയുന്നില്ല പിശാചിൻ്റെ ബന്ധനമുണ്ടായി എന്ന്. വലിയ അത്യാഹിതങ്ങളോ അത്യാപത്തുകളോ വരുമ്പോൾ അറിയുന്നില്ല സാത്താൻ്റെ ബന്ധനം മൂലമാണ് എന്ന്. രോഗങ്ങളും മഹാവ്യാധികളും വരുമ്പോൾ മനുഷ്യൻ അറിയുന്നില്ല സാത്താൻ്റെ ബന്ധനത്തിലാണ് എന്ന്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. അമിക്കയറുകളെ അഴിക്കുക. പീഡിതരെ സ്വതന്ത്രനായി വിട്ടയക്കുക. സ്വതന്ത്രരായി വിട്ടയക്കുക. ദൈവത്തിന് സ്തോത്രം. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. പിശാചിൻ്റെ ബന്ധനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം ശക്തമാണ് എന്ന് നാം തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അനുതാപം വരുന്നത്. എൻ്റെ കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് നല്ല കാലം വരുന്നില്ലല്ലോ. ആഗ്രഹിക്കുന്ന പോലെ ശുഭകാലം വരുന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിലൊരു ശോഭനമായ ഒരു നല്ല ജീവിതം എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പാവത്തിന് ജയം നേടാൻ കഴിയുന്നില്ലല്ലോ. ഇത് നമ്മിൽ പലരും ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. സാധിക്കുന്നില്ലല്ലോ. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മദ്യപാനം ചെയ്യുന്നയാൾ എന്നും ജീവിതത്തിൽ തീരുമാനമെടുക്കും, ഇനി ഞാൻ മദ്യപിക്കില്ല എന്ന്. മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ അടുത്ത ദിവസം പിന്നെയും പ്രഭാതത്തിൽ തീരുമാനമൊക്കെ പുതുക്കി എഴുന്നേറ്റു ഓരോ ജോലി കാര്യങ്ങൾക്ക് പോയി. വൈകുന്നേരം ആകുമ്പോഴേക്കും ആരോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ മദ്യത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. മദ്യത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകം ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അനേകം ബന്ധനങ്ങളാണ് മനുഷ്യർക്കുള്ളത്. ഈ ബന്ധനങ്ങൾ ഉണ്ടായെന്ന് പോലും അറിയുന്നില്ല. ചില വിട്ടുമാറാൻ പറ്റാത്ത രീതിയിലുള്ള ചില പാവങ്ങൾ, വേണ്ടെന്ന് വിചാരിച്ചാലും വിട്ടുപോകാത്തതായ ചില പാവങ്ങൾ, മുറുകെ പറ്റുന്നതായ ചില പാവങ്ങൾ, അങ്ങനെ നമ്മുടെ പലരുടെയും ഹൃദയത്തിലുണ്ട്, പലരുടെയും ജീവിതത്തിലുണ്ട്. പുറമേ പാവമൊന്നും ഇല്ലായിരിക്കും, പുറമേ പാവത്തിൻ്റെ പ്രവൃത്തിയില്ലായിരിക്കും, മദ്യപാനമില്ലായിരിക്കും, അല്ല പുറമേ വേണ്ടാത്ത ജീവിതമില്ലായിരിക്കും, അശുദ്ധമായ ജീവിതമില്ലായിരിക്കും. ഒരുവിധം മാനമര്യാദയായിട്ട് തന്നെയായിരിക്കും ജീവിക്കുന്നത്. 2 നേരം നമസ്കാരം ഉണ്ടായിരിക്കും, പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും, വചനം കേൾക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ടായിരിക്കും. പക്ഷേ അകത്ത് പിശാചവകാശം പറയുന്നു. ഇത് നാം കണ്ടുപിടിക്കണം. അകത്ത് പിശാചവകാശം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പിശാചിന് അകത്ത് ഇടമുണ്ട്. ഇരുട്ട് ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വെളിച്ചമില്ല എന്നാണ്. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടാവുകയില്ല. ഇരുട്ട് പാവമാണ്. ഇരുട്ട് പിശാചിൻ്റെ വകയാണ്. സാത്താൻ്റെ വകയായ ഇരുട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? കർത്താവേ, എൻ്റെ അകത്തും പുറത്തുമുള്ള, എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലുമുള്ള, എൻ്റെ അകക്കാമ്പിലുള്ള എല്ലാ പാവവും ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ, എൻ്റെ കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ നിനക്ക് കഴിയും. എൻ്റെ കുടുംബത്തിന് സമാധാനം തരാൻ നിനക്ക് കഴിയും. യേശുവേ, ഞാൻ ഒരാൾ എൻ്റെ കുടുംബത്തിൽ ഒരു ശുദ്ധിമതിയായി നിന്നുകൊള്ളാം. ഞാൻ ഒരാൾ എൻ്റെ കുടുംബത്തിൽ ഒരു വിശുദ്ധനായി നിന്നുകൊള്ളാം. കർത്താവേ, അത് വേറെ ആർക്കും വേണ്ടിയല്ല നാഥാ, ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി ഞാനൊരാൾ ഒരു വിശുദ്ധനായി നിന്നുകൊള്ളാമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ പ്രഭാപൂരം, ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളത്തിൽ കതിരിടും. നിങ്ങളപ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്യായ ബന്ധങ്ങളെ അഴിക്കുക. പിശാചിൻ്റെ ബന്ധങ്ങളിൽ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ ബന്ധനങ്ങൾ, ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ ബന്ധനങ്ങൾ, അനേകം ബന്ധനങ്ങൾ ഇന്ന് മനുഷ്യ ജീവിതത്തിലുണ്ട്.
ഒന്നാമത്തെ ബന്ധനം നാം പറഞ്ഞു വന്നു തന്നെയാണ് പാപത്തിൻ്റെ ബന്ധനം. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 23-ാം വാക്യം. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് ഉത്തരം പറഞ്ഞു. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ക്ഷമിച്ചു കിട്ടുമെന്ന് പറയുന്നില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു നോക്ക്. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. അപ്പോസ്തലന്റെ അടുക്കൽ വന്ന ആ മനുഷ്യനോട് പത്രോസ്ലീഹയിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ ഉള്ളത്തിൽ കയ്പുള്ള പകയുണ്ട്, അനീതിയുടെ ബന്ധനമുണ്ട്. ഈ അനീതിയുടെ ബന്ധനം നിനക്കുള്ളത് കൊണ്ട്, പാപത്തിൻ്റെ ബന്ധനം നിനക്കുള്ളത് കൊണ്ട് നീ പ്രാർത്ഥിച്ചു നോക്ക്. അത് വിട്ടിട്ട്, ആ പാപത്തിൻ്റെ എല്ലാ അംശങ്ങളും വിട്ടിട്ട് നീ പ്രാർത്ഥിച്ചു നോക്ക്. പക്ഷേ ക്ഷമിച്ചു കിട്ടുമായിരിക്കും. എന്താണ് അങ്ങനെ പറഞ്ഞത്? നിസ്സാരമല്ല അവൻ്റെ ജീവിതത്തിലെ പാപം. അവൻ്റെ ജീവിതത്തിലെ പാപം മദ്യപാനമല്ല. അവൻ്റെ ജീവിതത്തിലെ പാപം വേണ്ടാത്ത അശുദ്ധ ജീവിതമല്ല. അവൻ്റെ ജീവിതത്തിലെ പാപം എനിക്ക് മറ്റുള്ളവരെ ഞാൻ കൈവയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കാനുള്ള നൽവരം വേണമെന്നുള്ളതായി ആഗ്രഹം. എന്തൊരു അപകടമായിപ്പോയി. ഞാനും ഇത് അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പകരുന്നുണ്ടല്ലോ, ഞാൻ കൈവയ്ക്കുമ്പോൾ അതുപോലെ പരിശുദ്ധാത്മാവ് പകരത്തക്കവണ്ണം, അവരുടെ ബന്ധനം അഴിച്ച് പരിശുദ്ധാത്മാവ് പകരത്തക്കവണ്ണം ആ കൃപ എനിക്ക് തരണം. ഞാൻ കുറച്ച് രൂപ നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത്. പത്രോസ്ലീഹായ്ക്ക് കുറച്ച് രൂപയുമായിട്ട് അദ്ദേഹം വന്നത്. ആ വന്ന മനുഷ്യൻ പത്രോസ്ലീഹായ്ക്ക് കുറച്ച് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിന് രൂപ കൊടുത്ത് ആത്മാവിന് ബന്ധനം അഴിക്കാനുള്ളതായ കൃപാവരം വാങ്ങാനായിട്ട്. മഹാഭാവമാണ്, പരിശുദ്ധാത്മാവിനെതിരായ ഭാവമാണ്. പരിശുദ്ധാത്മാവിനെതിരായ ഭാവം. ദൈവം നമ്മെ ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയും നാം ചെയ്തുകൂടാ. ദൈവം നമ്മെ ഫലമേൽപ്പിക്കാത്തതായ ഒരു വേലയും നാം ചെയ്തുകൂടാ. അത് നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാകുമെന്ന് എനിക്ക് ഭയമുണ്ട്. ദൈവം ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയും ചെയ്തുകൂടാ. അനേകം ദൈവമക്കൾ കുടുങ്ങിക്കിടക്കുന്ന കാര്യം ഇതാണ്. അനേകർ അനുകരിച്ച് ദൈവവേല ചെയ്യുന്നു. അതെല്ലാം അപകടമാണ്. അനുകരിച്ച് സ്തുതിക്കുന്നു, അതും അപകടമാണ്. അനുകരണമല്ല ആത്മീയം ഒറിജിനൽ. അത് അനുകരണമായി വരരുത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് തമ്മിൽ നിക്ഷേപിക്കുന്ന അധികാരമാണത്, ആത്മാവിൻ്റെ അധികാരം. ഈ പറയുന്നത് നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി വരികയില്ല. സാരമില്ല. ഈ മനുഷ്യൻ അനീതിയുടെ ബന്ധനത്തിലാകപ്പെട്ടുപോയി, പാപത്തിൻ്റെ ബന്ധനത്തിലാകപ്പെട്ടുപോയി. പാപത്തിൻ്റെ ബന്ധനം. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുക. രൂപ കൊടുത്ത് വാങ്ങാനുള്ളതല്ല ദൈവത്തിൻ്റെ കൃപാവരം, പൈസ കൊടുത്ത് വാങ്ങാനുള്ളതല്ല ദൈവത്തിൻ്റെ കൃപാവരം. പ്രിയപ്പെട്ടവരെ, വളരെ വിശാലമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം സുദീർഘമായി പറയാൻ ഇപ്പോൾ ഞാൻ അവസരം എടുക്കുന്നില്ല. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല ആത്മാവിൻ്റെ അധികാരം. പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല പ്രസംഗിക്കാനുള്ളതായ കൃപ. പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല പ്രവചനപരം. പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ദൈവത്തിൽ നിന്ന് കുറേ കണ്ടുകാഴ്ച കൊടുത്ത് ദൈവത്തിൻ്റെ കാണിക്കയിട്ട് വാങ്ങേണ്ടതല്ല നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കുള്ള കൃപാവരം. ഇതൊന്നും പൈസയ്ക്ക് കിട്ടുന്നതല്ല, പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല. നിത്യനായ ദൈവത്തിന് നമ്മൾ പൈസയൊന്നും വേണ്ട, നമ്മുടെ ആരുടെയും പൈസ വേണ്ട. ദൈവത്തിന് എന്താണ് വേണ്ടത്? ദൈവത്തിന് എന്നെയാണ് വേണ്ടത്, നിങ്ങൾ ഓരോരുത്തരെയാണ് വേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് വേണ്ടത്. പിശാചിൻ്റെ കൈവശിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വകയായിത്തീരണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൻ്റെ വകയായിത്തീരണം. ഇന്ന് ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതമുണ്ടല്ലോ, എൻ്റേതെന്ന് പറയുന്നതായ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റേതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ദൈവത്തിൻ്റേതായി മാറണം. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമല്ല ഈ കാര്യം. ശരിയായ സമർപ്പണം എന്ന് പറയുന്നതാണ്. അങ്ങനെ സമർപ്പണത്തിൽ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. എൻ്റേതെന്ന് ഞാൻ പറയുന്ന എൻ്റെ വിദ്യാഭ്യാസം, എൻ്റേതെന്ന് പറയുന്ന എൻ്റെ വരുമാനം, എൻ്റേതെന്ന് പറയുന്ന എൻ്റെ ഭവനം, എൻ്റേതെന്ന് പറയുന്ന എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റേതെന്ന് പറയുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, ദൈവത്തിന് സ്തോത്രം, എനിക്കുള്ളതായ ആരോഗ്യം, എനിക്കുള്ളതായ ഇൻഫ്ലുവൻസ്, സ്വാധീന ശക്തി, ഇതെല്ലാം എൻ്റേതെന്ന് ഞാൻ കരുതുന്നതെല്ലാം എല്ലാം ക്രിസ്തുവിൻ്റേതായി മാറണം. ദൈവത്തിന് സ്തോത്രം. എൻ്റേതെന്ന് കരുതുന്നതെല്ലാം ക്രിസ്തുവിൻ്റേതായി മാറുമ്പോൾ അപ്പോൾ സംഭവിക്കുന്നതാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ കൃപ എനിക്ക് ദാനമായി കിട്ടും. അപ്പോൾ ഞാൻ ആത്മാവിൽ ബന്ധനമഴിഞ്ഞനായിത്തീരും. സ്തോത്രം. മുഴുവനായി യേശുവിന് കൊടുക്കണം, മുഴുവനായി, ഒട്ടും ബാക്കി വയ്ക്കാതെ കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ അനുഭവിച്ചു കൊണ്ടുവരികയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല. എനിക്കറിയാം ഞാൻ തികഞ്ഞവനായിട്ടില്ല. എനിക്കറിയാം ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. എന്നാൽ അന്നു മുതൽ ഇന്നയോളം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പക്ഷേ ഇന്നും ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റേതെന്ന് കരുതുന്ന പലതും കർത്താവിന് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റേതെന്ന് പറയുന്നതായ പലതും, സ്വന്തമായി വെച്ചിരിക്കുന്നത് പലതും കൊടുത്തു ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഓരോ ടെസ്റ്റ് കേസ് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്
കൊടുത്തിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ എന്നെ തന്നെ കാണുകയാണ്, എന്നെ തന്നെ ഞാൻ വിനയപ്പെടുത്തുകയാണ്. കർത്താവേ, എനിക്കിനി എൻ്റേതായിട്ടൊന്നും വേണ്ട. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റേതായിട്ട് എനിക്കൊന്നും വേണ്ട. എൻ്റേതെന്ന് പറയുന്നത് എനിക്കൊരു ശുശ്രൂഷയും വേണ്ട, എൻ്റേതെന്ന് പറയുന്ന ആത്മീയവും വേണ്ട, എൻ്റേതെന്ന് പറയുന്ന ഒരു ദൈവവേലയും വേണ്ട, എൻ്റേതെന്ന് പറയുന്ന ഒന്നും വേണ്ട. വേണം എനിക്ക് എൻ്റെ യേശുവിനെ വേണം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്കൊരാഗ്രഹം വന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജയിച്ചു എന്ന് ഞാൻ പറയും. എൻ്റേതെന്നൊന്നും ഇല്ല, എല്ലാം യേശുവിൻ്റേത്. ബന്ധനങ്ങളെല്ലാം കത്തിപ്പോകും, സംശയിക്കേണ്ട. എല്ലാ ബന്ധനങ്ങളും, എല്ലാ ശാപങ്ങളും കത്തിപ്പോകും, എല്ലാ രോഗങ്ങളും കത്തിപ്പോകും, എല്ലാ ബാധകളും കത്തിപ്പോകും, പൈശാചികൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകും, എല്ലാം കത്തിപ്പോകും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റേതായി നാം മാറുമ്പോൾ നമ്മുടെ ഈ ശരീരം യേശുവിൻ്റേതായി മാറുന്നു, നമ്മുടെ മനസ്സ് യേശുവിൻ്റേതായി മാറുന്നു, നമ്മുടെ ആത്മാവ് യേശുവിൻ്റേതായി മാറുന്നു, നാം മുഴുവനായി യേശുവിൻ്റേതായി മാറുന്നു, നമ്മുടെ ഭവനം യേശുവിൻ്റേതായി മാറുന്നു, നമ്മുടെ കുടുംബജീവിതം യേശുവിൻ്റേതായി മാറുന്നു, നമ്മുടെ ഭാവി യേശുവിൻ്റേതായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നറിയാമോ? അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയി, യാഗമർപ്പിക്കാൻ നിർത്തി. ഇസ്ഹാക്കിനെ വെട്ടുവാൻ കത്തി ഓങ്ങി. വേണ്ട, നീ ബാലിന് മേൽ കൈവയ്ക്കരുതെന്ന് വാക്ക് കേട്ടു. ഇസ്ഹാക്കിനെ അഴിച്ചു വിട്ടു. പിന്നീട് അബ്രഹാം തിരികെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ് ഇസ്ഹാക്കിനെയും കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ഹാക്ക് അക്ഷരാർത്ഥത്തിൽ കൊല്ലപ്പെട്ടില്ല, പക്ഷേ ആത്മാവിൽ ഇസ്ഹാക്കിനെ കൊന്നു കഴിഞ്ഞു. ഇസ്ഹാക്കിനെ കൊന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇസ്ഹാക്ക് ഒരു പുതിയ ഇസ്ഹാക്കാണ്, ഒരു ഉയർത്തെഴുന്നേറ്റ് ഇസ്ഹാക്കാണ്. ചാരത്തിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്ന ഒരു മകനായിട്ട് അബ്രഹാം ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കൊടുത്തു, എല്ലാം വിറ്റു, എല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എൻ്റെ കർത്താവേ, ഇനി എൻ്റേതില്ലല്ലോ, ഇതാ ഇനി ഇപ്പോൾ ഉള്ളതെല്ലാം നീ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ സ്വത്ത് നീ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വത്താണ്. എൻ്റെ മക്കൾ നീ ഉയർത്തെഴുന്നേൽപ്പിച്ച മക്കളാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ളതായ എൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം നിൻ്റെ ഉയർപ്പിൻ്റെ മുദ്രയുള്ളതായാണ്. ഉയർപ്പിൻ്റെ മുദ്ര. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാകുമോ നിങ്ങൾക്ക്? ഇന്നുള്ള ആരോഗ്യം ഉയർപ്പിൻ്റെ മുദ്രയുള്ളതാണ്. ഇന്നുള്ളതായ സൗഖ്യം ഉയർപ്പിൻ്റെ മുദ്രയുള്ളതാണ്. ഇന്നുള്ളതായ സന്തോഷം ഉയർപ്പിൻ്റെ മുദ്രയുള്ളതാണ്. ഇന്നുള്ള സമാധാനം ഉയർപ്പിൻ്റെ മുദ്രയുള്ളതാണ്. ഉയർപ്പിൻ്റെ മുദ്രയുള്ളത് നിങ്ങൾ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ഭാഗ്യശാലികളായിത്തീരുന്നത്. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വന്നത് സാത്താൻ്റെ ബന്ധങ്ങൾ അഴിക്കാനാണ്. കുരിശിന്മേൽ യേശു 3 ആണികളിൽ കെട്ടപ്പെട്ടു. 3 ആണികളിൽ കെട്ടപ്പെട്ട് കിടന്നു. 3 ആണികൾ, കൈക്ക് 2-നും ഓരോ ആണി, കാലിൽ 2-നും ഒരാണി, അങ്ങനെ 3 ആണികളിൽ കുരിശിലേക്ക് ബന്ധിക്കപ്പെട്ടു. വേറെ ബന്ധനമൊന്നും യേശുവിനുണ്ടായിരുന്നില്ല. എല്ലാ ശരീരം മുഴുവനും ഈ 3 ആണികളിൽ തൂങ്ങിക്കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മാനസികമായി നമുക്ക് ചിന്തിച്ചാൽ യേശുവിൻ്റെ ഈ അരക്കെട്ടിലോ നെഞ്ചിലോ വയറിലോ അല്ല കാലിലോ എവിടെയെങ്കിലും തൂണിനോട് കെട്ടിയിട്ടിരുന്നെങ്കിൽ ഇത്രയും വിഷമിക്കില്ലായിരുന്നു. ഇപ്പോൾ യേശുവിന് ശ്വാസം കിട്ടുന്നില്ല, ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ല, ആഞ്ഞു വലിക്കുന്നു. ശ്വാസത്തിന് വേണ്ടി, പ്രാണവായുവിന് വേണ്ടി ആഞ്ഞു വലിക്കുന്നു. കുരിശുമേൽ കിടക്കുമ്പോൾ ഈ ആണിയടിച്ച വേദനയേക്കാൾ അതിനേക്കാൾ എത്രയോ വലുതാണ് ശ്വാസം കിട്ടാതുള്ളതായ ആ വേദനയുടെ ഞരക്കം. ആക്രോശിക്കുന്നത് പോലെ, വേദനിച്ച് പൊളയുന്നത് പോലെ കർത്താവ് കുരിശുമേൽ കിടന്നുകൊണ്ട് അലറി വിളിക്കുന്നത് ദൂരെ കേൾക്കാമായിരുന്നു. കാരണം എന്തുകൊണ്ടെന്ന്, ആ സമയത്ത് അങ്ങ് തൂങ്ങി നിൽക്കുകയാണ്. ആ 2 കൈകളിൽ തൂങ്ങി നിൽക്കുന്നു, 2 കാലുകളിലും. ആ ബാക്കി ഭാഗമെല്ലാം താഴോട്ടിങ്ങനെ അങ്ങ് നീങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു. വലിച്ചിട്ട് ശ്വാസം കിട്ടാതെ വരുമ്പോൾ അവസാനം അലർച്ച പോലെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിന് ഈ അണിപ്പാടുകളേറ്റു? പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധനം അഴിക്കാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ബന്ധനം അഴിക്കാൻ, എൻ്റെ ആന്തരിക ബന്ധനങ്ങൾ അഴിക്കാൻ എനിക്ക് ചില സെൽഫ് ഡ്രൈവ്സ് ഉണ്ട്. സ്വന്തമായി ചില ബന്ധനങ്ങളുണ്ട്, സ്വന്തമായി ചില താല്പര്യങ്ങളുണ്ട്. എൻ്റെ ഡ്രൈവ്സ് എൻ്റെ സ്വേച്ഛയായുള്ള കാര്യങ്ങളെല്ലാം എൻ്റേതായ വികാര വിക്ഷോഭങ്ങൾ എല്ലാം മരിപ്പിക്കാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമോ ഞാൻ ഈ പറയുന്നത്? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകുമ്പോഴാണ് നിങ്ങൾ വിശ്വാസികളായിത്തീരുന്നത്. അപ്പോഴാണ് നിങ്ങൾ ക്രിസ്ത്യാനികളായിത്തീരുന്നത്. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം! ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. സ്തോത്രം. അപ്പോഴാണ് മാരകമായ ബന്ധനങ്ങൾ, പൈശാചിക ബാധ മൂലം ചിലർക്ക് മാനസിക രോഗം വരുന്നു, അതുപോലും മാറിക്കിട്ടും. ദൈവത്തിന് സ്തോത്രം. പൈശാചിക ബാധ മൂലം, സാത്താൻ്റെ ബാധ മൂലം, പൈശാചികൻ്റെ ശാപം മൂലം അനേകം ദൈവമക്കൾക്ക് വരുന്നതായ കെടുതികൾ, ദുരിതങ്ങൾ
വിട്ടുമാറാത്തതായ കടങ്ങൾ, ഒരിക്കലും തീർത്താൽ തീരാത്തതായ കടങ്ങൾ, വലിയ ഭയങ്കരമായ നഷ്ടങ്ങൾ, വലിയ കഷ്ടങ്ങൾ എല്ലാം മാറും. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും പരിഹാരമുണ്ട്. നാം ആരും കഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ആരും ഈ ഭൂമിയിൽ വലഞ്ഞു പോകാൻ കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെക്കുറിച്ചുള്ള ആഗ്രഹം നാം എന്നും നല്ല സുഭിക്ഷതയോടെ, നല്ല ഐശ്വര്യത്തോടെ, നല്ല സമാധാനത്തോടെ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്കിന്ന് പറഞ്ഞു തരികയാണ്, മോളെ, നിൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറട്ടെ, മകനെ, നിൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ബന്ധനങ്ങൾ അഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണെന്നോ പാപത്തിൻ്റെ ബന്ധനം. പാപത്തിൻ്റെ ബന്ധനം നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്കുള്ള പാപത്തിൻ്റെ ബന്ധനം എന്തെല്ലാമാണ് പാപത്തിൻ്റെ ബന്ധനം ഏതെല്ലാമാണ് നിങ്ങൾക്കുള്ളത്? ശാന്തമായി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ചിലരോടുള്ളതായ ഒരു മുഷിച്ചിൽ, ചിലരോടുള്ളതായ ഒരു ഈർഷ്യ അല്ലെങ്കിൽ ഇഷ്ടക്കുറവ്, ചിലരോടുള്ളതായ ഒരു പ്രത്യേക സ്നേഹം, എല്ലാം ബന്ധനങ്ങളാണ്. ഒന്നും വേണ്ട. യേശുവിനെ പോലെ യാതൊരു പക്ഷഭേദവുമില്ലാതെ, യേശുവിനെ പോലെ സ്നേഹം, നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന സ്നേഹം, നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം, ഇങ്ങോട്ടും തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കാത്തതായ സ്നേഹം, ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ അറിയുമ്പോൾ എല്ലാം മാറും. എല്ലാ ബന്ധങ്ങളും കഴിയും. യേശു ക്രൂശിന്മേൽ ബന്ധിതനായി. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അങ്ങനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതുപോലെ കിടക്കുകയാണ്. അത് വിശ്വസിക്കുക. എൻ്റെ പാപങ്ങളാണ് ഈ കുരിശിന്മേൽ തറച്ച് കിടക്കുന്നത്. കർത്താവായ യേശു കുരിശിൽ മരിച്ചു. അതെനിക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ, എൻ്റെ ഓർമ്മവച്ച കാലം മുതലുള്ളതായ എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം കുരിശിൽ തറച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ലിസ്റ്റ്, എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ്, അകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ്, അതിതാ കർത്താവിൻ്റെ ആ സ്വർഗീയമായ സ്നേഹത്താൽ കുരിശിന്മേൽ തറച്ചിരിക്കുന്നു. ഇനി അതവിടുന്ന് പോരുകയില്ല. കാരണം യേശു ക്രിസ്തു ക്രൂസിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനിതാ എല്ലാ പാപവും തറയ്ക്കപ്പെട്ടതിന് ശേഷം ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരു പുതിയ മനുഷ്യനാണ്. സ്തോത്രം. സ്നേഹിതരെ, ഈ അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇത് പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുതിയ മനുഷ്യനായി തീരുക. ബന്ധങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രനായ ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം കിട്ടേണ്ടത് നമ്മുടെ തന്നെ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകുമോ? എൻ്റെ സ്വയത്തിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. എൻ്റെ സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. എൻ്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ മാത്രമല്ല, എൻ്റെ സ്വന്തം പാപങ്ങളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം. എൻ്റെ മേൽ അവകാശം പറയുന്ന പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണം. പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന് നെടുവീർപ്പാണ് 32 സംഘത്തിന് 1-ാം വാക്യം പറയുന്നത്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ നെടുനിശ്വാസം, നെടുവീർപ്പ്, അതാണ് 32 സംഘത്തിനും 1-ാം വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഥാർത്ഥമായ ഭാഗ്യം അതാണ്. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കെട്ടുകളും അഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു 1973 കോലഞ്ചേരി പ്രദേശങ്ങളിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി. അതങ്ങ് പടർന്നു വ്യാപിച്ചു. അങ്ങനെ മൂവാറ്റുപുഴയിലായി, അത് കൂത്താട്ടുകുളത്തായി, അത് പിന്നെ തെക്കൻ പ്രദേശങ്ങളിൽ വ്യാപിച്ചു. കോട്ടയത്തായി, അങ്ങ് കലിശ്ശേരിയിലായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ തെക്കോട്ട് അത് തിരുവനന്തപുരത്ത് ആയി, പാലവിളയിലായി. വടക്കോട്ട് പോയപ്പോൾ അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തെങ്കരയായി. അവിടെ അതുമാത്രമല്ല, കോഴിക്കോട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണർവങ്ങോട്ട് പടർന്നു വന്നു. തീ കത്തി കയറുകയാണ്. കാട്ടുതീ വരക്കുന്നത് പോലെ ആത്മാവിൻ്റെ തീ ഇങ്ങനെ പരക്കുകയായിരുന്നു. അന്ന് ആ കാലത്ത് ബന്ധനങ്ങളുള്ളവർ ഓരോരുത്തരും നെടുവീർപ്പിട്ടുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവേ, എൻ്റെ ബന്ധനം അഴിക്കണമേ, ആഹാരം വേണ്ട, ഭക്ഷണം കഴിക്കുന്നില്ല, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, പിശാചിൻ്റെ ബന്ധനം എനിക്കുണ്ടല്ലോ, എൻ്റെ ബന്ധനം അഴിച്ചു വിടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊച്ചുകുട്ടികൾ പോലും ഒരു സ്ലേറ്റ് പെൻസിലോ മറ്റോ എടുത്ത് മോഷ്ടിച്ചത് അത് സാറിൻ്റെ അടുക്കൽ വന്ന് ഏറ്റുപറഞ്ഞ് മാപ്പി ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ അടുക്കൽ, അമ്മയുടെ അടുക്കലും നുണ പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് മാപ്പി ചോദിക്കുന്നു. പ്രിയപ്പെട്ടവർ, എത്ര സംഭവങ്ങളാണ് നടന്നത്. ഓരോരുത്തർ പരസ്പരം മാപ്പി ചോദിക്കുന്നു. ഭർത്താവ് ഭാര്യയോട് മാപ്പി ചോദിക്കുന്നു, ഭാര്യ ഭർത്താവിനോട് മാപ്പി ചോദിക്കുന്നു. അനേകം വലിയ വിപ്ലവകരമായ കാര്യങ്ങൾ ആ കാലങ്ങളിൽ നടന്നു. അതിപ്പോഴും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് താനും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ബന്ധനം കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ ബന്ധനം കഴിയും, പിശാചിൻ്റെ പ്രവൃത്തികൾ കഴിയണം, ബന്ധനം കഴിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിവേഗം മാനസാന്തരപ്പെടണം. നിങ്ങൾ അതിവേഗം അനുദപിക്കണം. വന്നുപോയ പാപത്തെയോർ നെടുവീർപ്പെടണം. കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ,
കർത്താവെ ക്ഷമിക്കണമേ, പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവെ, എൻ്റെ മേലുള്ള ബന്ധനങ്ങളെല്ലാം അഴിച്ചു മാറ്റി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ബന്ധനം കഴിഞ്ഞു, അങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കുന്ന ജനമായി നാം തീരണം. വിടുതൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ജനമായി നാം തീരണം. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് പിശാചിൻ്റെ ബന്ധനം അഴിയാൻ ആഗ്രഹമുണ്ടോ? സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിലിതാ യേശു വന്നിട്ടുണ്ട്. ക്രൂസിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ വന്നത് നിങ്ങളുടെ ബന്ധനം അഴിക്കാനാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനല്ല. നിങ്ങളുടെ പൈസ അവന് വേണ്ട, നിങ്ങളുടെ കാണിക്കകൾ അവന് വേണ്ട, നിങ്ങളുടെ നേർച്ച കാഴ്ചകൾ അവന് വേണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമയവും വേണ്ട അവന് നിങ്ങളുടെ ഒന്നും വേണ്ട. അവൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒന്നും വാങ്ങാനല്ല വന്നത്, നിങ്ങൾക്ക് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. തരാൻ വന്നവൻ ഒന്നും ചോദിക്കുന്നില്ല, വ്യവസ്ഥയൊന്നുമില്ല. സൗജന്യമായ കൃപ തരികയാണ്, സൗജന്യമായി സ്നേഹം തരികയാണ്, സൗജന്യമായി പാപക്ഷമ തരികയാണ്, ലംഘനങ്ങൾ ക്ഷമിച്ചു തരികയാണ്, പാപങ്ങൾ മറച്ചു തരികയാണ്. കർത്താവെ, അകൃത്യം കണക്കിടാതെ കർത്താവ് എനിക്ക് മോചനം തരികയാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ബന്ധനം അഴിയാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, അഴിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, അഴിക്കാൻ കർത്താവിന് ശക്തിയുണ്ട്. പക്ഷേ നിങ്ങൾക്കതിന് ആഗ്രഹം വരണം. നിങ്ങൾ എന്ത് ചെയ്യണം? വേദപുസ്തകം പറയുന്നു, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. രക്ഷയ്ക്കായി കാംക്ഷ വരണം. സങ്കീർത്തനം 12 സങ്കീർത്തനം. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ ഇതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായി കാംക്ഷ വരണം. എനിക്ക് രക്ഷപ്പെടണമല്ലോ, ഞാൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നല്ലോ, ഞാൻ ബന്ധനത്തിൽ കുടുങ്ങിപ്പോയല്ലോ, ഞാൻ ശത്രുവിൻ്റെ കാരാഗ്രഹത്തിലായി പോയല്ലോ, സാത്താൻ്റെ ജയിലറയിൽ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നല്ലോ, എൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കാരണം ഈ കൈകളിൽ പാപമുണ്ട്. എൻ്റെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കാരണം അശുദ്ധമായ ചിത്രങ്ങൾ കണ്ടു, അരുതാത്തതിലേക്ക് നോക്കി, കർത്താവെ അശുദ്ധിയോടെ നോക്കി. ഈ കണ്ണിൽ ബന്ധനമുണ്ട്, ബന്ധനം അഴിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, നാവിൽ ബന്ധനമുണ്ട്, ശാപവാക്കുകൾ വന്നുപോയി, കോപിക്കുന്ന വാക്കുകൾ വന്നുപോയി, ചിലരെ രാഗിപ്പോയി. കർത്താവെ, കുടുംബത്തിൽ തന്നെ കോപിച്ച് അട്ടഹസിച്ചു പോയി, ഗർജിച്ചു പോയി, എന്നും ശണ്ടവിട്ടുപോയി. നാവിൽ ബന്ധനമുണ്ട്, എൻ്റെ ബന്ധനം കഴിക്കണമേ. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹമുണ്ടോ? ആക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളാരും അടുത്ത് പോകണ്ട, നിരാശരാകണ്ട. രക്ഷയ്ക്ക് കാക്ഷിയുണ്ടോ? കർത്താവ് രക്ഷയിലാക്കും. ഒന്ന്, പാപത്തിൻ്റെ ബന്ധനം. പാപത്തിൻ്റെ ബന്ധനം അഴിച്ച് രക്ഷയിലാക്കുകയാണ്. നിത്യരക്ഷ, നിത്യസ്വർഗം. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യസ്വർഗത്തിൻ്റെ അവകാശം നമുക്ക് പ്രാപിക്കാം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പ് കിട്ടും. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള സാക്ഷി നമുക്ക് ലഭിക്കും. എൻ്റെ ജീവിതത്തിലെ ബന്ധനം അഴിഞ്ഞു എന്നുള്ള സാക്ഷ്യം എനിക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ബന്ധനം അഴിഞ്ഞു എന്ന് എങ്ങനെ അറിയാം? മേലത് വരണമെന്നുള്ള ആസക്തി പോലും ഇല്ലാതാകും. മദ്യപാനിയായ മനുഷ്യന് അവൻ്റെ ബന്ധനം അഴിഞ്ഞത് എങ്ങനെ അറിയും? പണ്ട് മദ്യം കാണുമ്പോഴേക്കും അവൻ്റെ ഉള്ളം കുളിർത്തിരുന്നു, സന്തോഷിച്ചിരുന്നു. ഇന്ന് മദ്യം അടുത്തുകൊണ്ട് വെച്ചാലും അവനതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. കാരണം ശവമായി കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞു. മരിച്ചയാളുടെ അരികത്ത് മദ്യം കൊണ്ടുവച്ചാൽ അനങ്ങുമോ? എന്നതുപോലെ ശരീരപ്രകാരം മരിച്ചില്ലെങ്കിലും ആത്മാവിൽ ആ പഴയ മനുഷ്യൻ മരിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ പുതിയ മനുഷ്യനായി തീർന്നതുകൊണ്ട് ആ മദ്യം അടുത്ത് വന്നാലും അവനൊരു കുലുക്കവുമില്ല, ഒരു ചലനവുമില്ല. പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ ഓരോ ഭാവവും. കർത്താവിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെൻ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന പരിശുദ്ധനെക്കുറിച്ച്. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധ പുരുഷനായിരുന്നു സെയിൻറ്റ് അഗസ്റ്റിൻ. അഗസ്തീനോസ് പുണ്യാളൻ എന്ന് പറയും. അദ്ദേഹം ചെറുപ്പത്തിൽ അപ്പം മരിച്ചു പോയതുകൊണ്ട് അല്പം താന്തോന്നിയായി ജീവിക്കാൻ തുടങ്ങി. അമ്മയെ അനുസരിക്കാതെ ജീവിക്കാൻ തുടങ്ങി. അമ്മ പ്രാർത്ഥിക്കും, പക്ഷേ അവൻ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. അമ്മ പള്ളിയിൽ പോകും, അവൻ പള്ളിയിലേക്ക് വരികയില്ല. അമ്മ എത്ര നിർബന്ധിച്ചിട്ടും അവൻ അല്പം പോലും പ്രാർത്ഥിക്കാനോ ദൈവപക്ഷത്തിൽ തിരിയാനോ മനസ്സായില്ല. അങ്ങനെ അവൻ വല്ലാത്ത ഹീനമായ ജീവിതത്തിലേക്ക് കടന്നു. ദുർവൃത്തനായി ജീവിച്ചു, ദുർനിർഭകാരനായി ജീവിച്ചു. അവനൊരു അശുദ്ധ സ്ത്രീയോടുകൂടി ബന്ധമായി. ആ സ്ത്രീയുടെ കുടുംബത്തിലേക്ക് ചെന്ന്, അവളുടെ വീട്ടിൽ ചെന്ന് അവളുമായി ഒരുമിച്ച് പാർക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ ആ ദുഷ്ട സ്ത്രീയിൽ അവനൊരു കുഞ്ഞു പിറന്നു. അത്രമാത്രം ഭയാനകമായ രീതിയിൽ അവൻ അധപ്പതിച്ചു പോയി. അവൻ്റെ അമ്മ അവന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു, എന്നും കരഞ്ഞുകൊണ്ടിരുന്നു. അന്നൊരു ബിഷപ്പുണ്ടായിരുന്നു. ആ ബിഷപ്പിനോട് അമ്മ പറഞ്ഞു, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ബിഷപ്പും പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ബിഷപ്പും പ്രാർത്ഥിച്ചു, അമ്മയും പ്രാർത്ഥിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവന് സുബോധം കിട്ടി. അവൻ തിരികെ വന്നു. അമ്മയെ ഞാനെല്ലാം വിട്ടു, ഈ തെറ്റുപറ്റിപ്പോയി. അമ്മ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളും ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. എനിക്ക് ഒരു സമാധാനമില്ല.
അമ്മേ ഞാൻ എല്ലാം വിട്ടു, എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. കൊള്ളാം, നല്ലത് മോനെ, ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ആ ദുഷ്ടസ്ത്രീ അവനെ പ്രതീക്ഷിക്കും, എന്നും വരുമെന്ന് കാത്തിരിക്കും. എന്നാൽ ഒരിക്കലും അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, അവൾ നോക്കുമ്പോൾ അവളുടെ വീടിൻ്റെ നേരെ ആ മനുഷ്യൻ നടന്നു വരുന്നു. അഗസ്റ്റീനോസ് നടന്നു വരുന്നു. അഗസ്റ്റീൻ. അവൾ വലിയ സന്തോഷത്തോടെ അവൻ എതിരേൽക്കാനായി എല്ലാ വിഭവങ്ങളും ഒരുക്കുകയാണ്. ഏറ്റവും നല്ല ഭക്ഷണം ഒരുക്കുകയാണ്. അകത്ത് ഭക്ഷണമെല്ലാം ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ അപ്പോൾ അകത്ത് മുറിയിലേക്ക് വന്നു എന്നാണ് അവളുടെ വിചാരം. അവൾ നോക്കിയപ്പോൾ ഭക്ഷണമെല്ലാം ഒരുക്കിയെന്ന് നോക്കിയപ്പോൾ അഗസ്റ്റിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് വന്ന മനുഷ്യൻ എങ്ങോട്ട് പോയി? അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കിയപ്പോൾ ദൂരെ കൂടെ അവൾ നടന്നു പോകുന്നു. ദൂരെ കൂടെ അവൾ അതിവേഗം പാഞ്ഞു, അവൻ്റെ പിന്നാലെ ചെന്നു. അതിവേഗം പാഞ്ഞു ചെന്നു, അവൻ്റെ മുൻപിൽ കടന്ന് അവൻ്റെ നേരെ നിന്നു. അവൻ അവളെ ഒരു പരിചയമില്ലാത്തതുപോലെ നോക്കി, ഒരു പരിചയമില്ലാത്തതുപോലെ. അവൾ പറഞ്ഞു, അഗസ്റ്റിനെ നീ എന്നെ അറിയില്ലേ, ഇത് ഞാനാണ്. അവൻ ഒന്നും മിണ്ടുന്നില്ല. അഗസ്റ്റിനെ നീ എന്നെ അറിയുന്നില്ലേ, ഇത് ഞാനാണ്. മിണ്ടുന്നില്ല. വീണ്ടും പറഞ്ഞു, അഗസ്റ്റിനെ നീ എന്നെ അറിയുന്നില്ലേ, ഇത് ഞാനാണ്. ഞാൻ പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി, ഞാൻ പുതിയ മനുഷ്യനാണ്. നിൻ്റെ കൂടെ ജീവിച്ച അഗസ്റ്റിൻ മരിച്ചുപോയി, ഞാൻ പുതിയ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ബന്ധനം അഴിയുക എന്ന് പറയുന്നത്. ഇതുപോലെ ഏതെല്ലാം ദൂഷ്യമായ ബന്ധനങ്ങളിൽപ്പെട്ട് ഒഴുകുന്നുണ്ടോ, തന്നെ അശുദ്ധമാക്കുന്ന ബന്ധനങ്ങളിൽപ്പെട്ട് ഒഴുകുന്നുണ്ടോ, ജീവിതം അഴുക്കാക്കി തീർത്തവരുണ്ട്, ജീവിതം വ്യർത്ഥമാക്കി തീർത്തവരുണ്ട്, അശുദ്ധ ശീലങ്ങൾ അഭ്യസിച്ചവരുണ്ട്. ഓരോരുത്തരെയും കർത്താവ് സമീപിച്ചിട്ട് ബന്ധനം അഴിക്കാമെന്ന് പറയുന്നു. ഒന്നേ ഒന്ന് മാത്രം, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും. ഈ പഴയ അഗസ്റ്റീൻ മരിച്ചുപോയി, ഇതാ ഞാൻ പുതിയ അഗസ്റ്റീൻ. പിന്നീട് ഏകാന്തവാസവും ഉപവാസവും ധ്യാനവുമെല്ലാമായി മനം തിരിഞ്ഞ് ശരിയായ രീതിയിലൊരു പശ്ചാത്താപത്തോടുകൂടി കുമ്പസാരം നടത്തി പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടു. വിടുതൽ കിട്ടി, മോചനം പ്രാപിച്ചു. സെയിൻറ്റ് അഗസ്റ്റീൻ എന്ന് വാഴ്ത്തപ്പെട്ടു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാം. അഗസ്റ്റീൻ ചെയ്തതുപോലുള്ളതായ അത്രയും ഹീനമായ പാതകങ്ങൾ ചെയ്തവർ ഇല്ലായിരിക്കാം, കുറവായിരിക്കാം. എന്നാൽ ആർക്കും രക്ഷപ്പെടാം. ആർക്കും, ഏത് കൊടിയ ഭാവിക്കും രക്ഷപ്പെടാം. എത്ര ഹീനമായി ജീവിതം നയിച്ചവൻ രക്ഷപ്പെടാം. എത്ര മോശമായി ജീവിച്ചവർ രക്ഷപ്പെടാം. എങ്ങനെ രക്ഷപ്പെടാം? യേശു ക്രിസ്തുവിൻ്റെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ രംഗത്തേക്ക് സമീപിച്ച് നിന്നെ ബന്ധനം അഴിക്കാമെന്ന് പറയുന്നു. അവൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് നിൻ്റെ ബന്ധനത്തിൽ അവൻ കൈവയ്ക്കാൻ അവൻ്റെ കരം നീട്ടുകയാണ്. കർത്താവേ, എൻ്റെ ബന്ധനം അഴിക്കണമേ. നീ എൻ്റെ ബന്ധനം അഴിച്ചാൽ ഇനിമേൽ ഞാൻ ബന്ധനത്തിൽ കുടുങ്ങുകയില്ല, സാത്താൻ്റെ കെണിയിൽ കുടുങ്ങുകയില്ല എന്ന് നിങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങൾ ബന്ധനങ്ങൾ അഴിക്കും. ആ ബന്ധനങ്ങൾ അഴിപ്പാൻ തന്നെ ദൈവത്തിന് പ്രത്യക്ഷനായി. നിങ്ങളുടെ തലകളെ നമുക്ക് ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തലകളെ ഉണക്കുക നിങ്ങൾ, ദൈവസന്നിധിയിൽ താഴുക നിങ്ങൾ, ദൈവത്തോട് വാക്ക് പറയുക നിങ്ങൾ. ഇനി മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും ദൈവത്തോട് പറയുക. തീരുമാനമെടുത്തവരെ ഇരുകരങ്ങളും ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിൻ്റെ പ്രിയമക്കൾ ഉയർത്തിയ കരങ്ങളെ ഇവിടെ നിന്ന് കാണുന്നുവല്ലോ. അവരുടെ ഹൃദയത്തിൻ്റെ തീരുമാനം അവിടെ നിന്ന് അറിയുന്നുവല്ലോ. ഈ മക്കളുടെ കരത്തിൽ അവിടെ നിന്ന് പിടിക്കണമേ. ഇനിയും നീ അവർ നടത്തണമേ കർത്താവേ. ഐശ്വര്യമായി സമാധാനത്തിൻ്റെ വഴിയിൽ കൂടി, സൗഖ്യത്തിൻ്റെ വഴിയിൽ കൂടി, ശാന്തതയുടെ വഴിയിൽ കൂടി, സ്വർഗ്ഗരാജ്യത്തിൻ്റെ വഴിയിൽ കൂടി അവർ നടത്തണമേ കർത്താവേ. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബസമാധാനം നൽകണമേ. രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. ബന്ധനങ്ങൾ അഴിക്കണമേ. പൈശാചികൻ്റെ ബാധകൾ മാറ്റണമേ. എല്ലാവരെയും ഇതിൻ്റെ കൃപയിൽ പൊതിയണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.